തിരുവനന്തപുരം ബ്രഹ്മോസിന്റെ പിറകിലുള്ള ഈ കുഴിയിൽ നിന്നാണ് ഇന്ന് മേരിയെ കിട്ടിയിട്ടുള്ളത്. സമയത്തോട് സമയം അടുക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടിയെ കണ്ടെത്താനായത് പോലീസിന്റെ വലിയ നേട്ടമാണ്. പക്ഷേ എങ്ങനെയാണ് കുട്ടി നഷ്ടപ്പെട്ടതെന്നോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ലീഡുകളോ കൃത്യമായി കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടെയാണ് ഈ കുട്ടിയെ ഇന്ന് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. കുട്ടി ആരോഗ്യവതിയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല, സുഖമായിരിക്കുന്നു. കുട്ടിയെ ഇപ്പോൾ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ എന്നിരുന്നാൽ കൂടി ഇവിടേക്ക് വരാൻ വേണ്ടി രണ്ട് വഴികളുണ്ട്. അത് ഇവർ താമസിക്കുന്ന പ്രദേശത്ത് നിന്നും നമ്മൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ ഏറെക്കുറെ ഒരു 600-700 മീറ്ററാണ് ഈ പറയുന്ന പൊന്തക്കാട്ടിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഓടയിലേക്ക് ഉള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒപ്പം തന്നെ മറ്റ് പുറത്തുനിന്നുള്ള വഴികളും ഈ പ്രദേശത്തേക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം കുട്ടിയെ കൊണ്ടുപോയ ആൾ തിരിച്ചു കൊണ്ടുവിട്ടു അല്ലെങ്കിൽ തിരിച്ചു കൊണ്ട് കുഴിയിലിട്ടു എന്നുള്ള തരത്തിലാണ് നമുക്ക് നിലവിൽ അനുമാനിക്കാൻ സാധിക്കുന്നത്. അത് അല്ലെങ്കിൽ തന്നെ ഈ പറയുന്ന പോലെ തന്നെ സ്കൂട്ടർ യാത്രികരല്ല കൊണ്ടുപോയതെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ പറയുന്ന പോലെ തന്നെ ആ പ്രദേശത്ത് തന്നെ നടന്നു വരാനുള്ള പാത ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആരോ കുട്ടിയെ എടുത്തുകൊണ്ട് പോയതും പിന്നീട് പോലീസിൻ്റെ അടക്കമുള്ള അല്ലെങ്കിൽ മാധ്യമങ്ങളടക്കമുള്ള വലിയൊരു സംഘം ആളുകൾ ഈ തരത്തിൽ വലിയ രീതിയിൽ തിരച്ചിൽ നടത്തുന്നു എന്നറിഞ്ഞതുകൊണ്ട് തന്നെ കുട്ടിയെ ഉപേക്ഷിച്ചതാവാനുമാണ് സാധ്യത എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി കിട്ടുന്ന അറിവെന്ന് പറയുന്നത്. ഇന്ന് സംസ്ഥാനത്ത് ഏറെക്കുറെ എല്ലാ പ്രദേശത്തും വലിയ രീതിയിൽ ചെക്കിംഗ് നടന്നിരുന്നു. ഒപ്പം തന്നെ തിരുവനന്തപുരം ജില്ല മൊത്തത്തിൽ പഴുതടച്ചിട്ടുള്ള അന്വേഷണമാണ് പോലീസ് നടത്തിയിട്ടുള്ളത്. കാലോട് അനുസരിച്ചിട്ടാണെങ്കിലും എല്ലായിടത്തും വ്യാപാര സ്ഥാപനങ്ങളിലും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ അന്യസംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ചും ഒക്കെ തന്നെ അന്വേഷണങ്ങൾ നടത്തിയിരുന്നു. കുട്ടിയുടെ അച്ഛനെ ചോദ്യം ചെയ്തിരുന്നു, കുട്ടിയുടെ അമ്മയെ ചോദ്യം ചെയ്തിരുന്നു, സഹോദരനെ ചോദ്യം ചെയ്തിരുന്നു. ഒപ്പം തന്നെ എല്ലാ ബന്ധുക്കളെയും 15ഓളം വരുന്ന ബന്ധുക്കളെ മൊത്തത്തിൽ ചോദ്യം ചെയ്തിരുന്നു. അങ്ങനെ ഏറ്റവും അവസാനം ഇന്ന് വൈകുന്നേരം ഒരു 7:45 കൂടിയാണ് കുട്ടിയെ ഈ കുഴിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ആരോ കൊണ്ട് ഉപേക്ഷിച്ച നിലയിലായിരുന്നു കുട്ടിയുണ്ടത്. കുട്ടി ആരോഗ്യവതിയാണ്, വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ നിലവിൽ നേരിടുന്നില്ല. കുട്ടിയെ എന്തായാലും ജനറൽ ആശുപത്രിയിലേക്ക് തന്നെ പോലീസ് മാറ്റിയിരിക്കുകയാണ്.